ബൈസൈക്കിൾ ഡേ LSDയുടെ കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ടതാണെന്ന് നിങ്ങൾക്കറിയാം. 1938 സ്വിറ്റ്സർലാൻഡിലെ സാന്റോസ് ലബോറട്ടറിയിൽ ആൽബർട്ട് ഹോഫ്മാൻ എന്ന കെമിസ്റ്റ് ഒരു പരീക്ഷണം നടത്തുകയും വിഷാംശമുള്ള എർഗോട്ട് ഫംഗസിൽ നിന്ന് ഒരു പുതിയ രാസവസ്തു അദ്ദേഹം വേർതിരിച്ചെടുത്തു, LSD-25. പക്ഷേ ഫലം നിരാശാജനകമായിരുന്നു. പരീക്ഷണ മൃഗങ്ങളിൽ ഒന്നും തന്നെ സംഭവിച്ചില്ല. വിജയമല്ലാത്ത ഒരു പരീക്ഷണം എന്ന് കരുതി അദ്ദേഹം അത് ഷെൽഫിൽ വെച്ചു. 5 വർഷങ്ങൾക്ക് ശേഷം ഒരൽപ്പം LSD യാദൃശ്ചികമായി അദ്ദേഹത്തിന്റെ വിരലിലൂടെ അകത്തു ചെന്നു. പെട്ടെന്ന് സ്വപ്നങ്ങളിൽ എന്ന പോലെ അസാധാരണമായ ദൃശ്യങ്ങൾ അദ്ദേഹം കണ്ടു. ഈ അനുഭവത്തിന് ശേഷം അദ്ദേഹം അദ്ദേഹത്തിന്റെ ലാബ് നോട്ടിൽ ഇങ്ങനെ എഴുതി: ഇത് എന്താണ്? എന്റെ മനസ്സിനെ ഇത്രയധികം മാറ്റാൻ കഴിവുള്ള ഒരു രാസവസ്തു. 3 ദിവസങ്ങൾക്ക് ശേഷം ഏപ്രിൽ 19 ഹോഫ്മാൻ 250 മൈക്രോഗ്രാം LSD സ്വമേധയാ എടുത്തു. 40 മിനിറ്റിനുള്ളിൽ അദ്ദേഹത്തിന്റെ ലാബിലെ ടെസ്റ്റ് ട്യൂബുകൾ സർപ്പങ്ങൾ എന്ന പോലെ തോന്നി. ഡെസ്ക് വളയുന്നത് പോലെ, എങ്ങും നിറങ്ങൾ വാരി വിതറിയതുപോലെ. ഞാൻ മരിക്കുകയാണോ എന്ന് പരിഭ്രാന്തനായ അദ്ദേഹം തന്റെ ലാബ് അസിസ്റ്റന്റിനോട് വീട്ടിലേക്ക് സൈക്കിളിൽ കൊണ്ടുവിടാൻ ആവശ്യപ്പെട്ടു. ആ യാത്രയിൽ അദ്ദേഹത്തിന് വളരെയധികം ഹാലൂസിനേഷൻസ് അനുഭവപ്പെട്ടു. ഈ യാത്രയാണ് പിന്നീട് ചരിത്രത്തിൽ ബൈസൈക്കിൾ ഡേ ആയി അറിയപ്പെടുന്നത്. വീട്ടിലെത്തിയതിനു ശേഷം ഡോക്ടർ അദ്ദേഹത്തെ പരിശോധിച്ചു. നിങ്ങളുടെ കൃഷ്ണമണി വളരെ വലുതായിട്ടുണ്ട്, നിങ്ങൾക്ക് വേറെ കുഴപ്പമൊന്നുമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അന്നു മുതൽ LSD കല, സംഗീതം, സാഹിത്യം, മനഃശാസ്ത്രം എന്നിവയെ എന്നേക്കുമായി മാറ്റിമറിച്ചു. ശാസ്ത്രത്തിലെ യാദൃശ്ചിക കണ്ടെത്തലുകൾ എന്തുമാത്രം മാറ്റമുണ്ടാക്കാം എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് LSD. 102 വയസ്സ് വരെ ജീവിച്ച അദ്ദേഹം പിന്നീട് തന്റെ കണ്ടുപിടുത്തത്തെ മൈ പ്രോബ്ലം ചൈൽഡ് അഥവാ എന്റെ പ്രശ്നക്കാരനായ കുട്ടി എന്ന് വിളിച്ചതിനും കാലം സാക്ഷിയാണ്.